തീരുമാനിച്ച ഒരു സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ ഇതിൽ ഒരു എഴുത്തുകാരനായി വന്നു, പക്ഷെ അതിന്റെ കൂടെ ഇതിന്റെ സംവിധാനവും സ്വയമായി ഏറ്റെടുത്തിരിക്കുകയാണ് അരുൺ. വി cannot wait to see അതിരടി. ഈ ഒരു കോഴിക്കോട്ടിലെ ജനസാഗരത്തോട് എന്താണ് ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയ്ക്ക് അരുണിന് പറയാൻ തോന്നുന്നത്? മെയ് 14 ഇവിടെ എന്തോ തൃശ്ശൂർ പൂരം നടക്കുമെന്ന് അനന്ത് പറഞ്ഞായിരുന്നു. അത് ഇത്രയും വലുതാവുന്നേ അറിഞ്ഞില്ല. ഒരുപാട് താങ്ക്സ്. ഈ സ്ഥലം അതിരടിയായിട്ട് സിനിമയായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാനും പോൾസൺ എൻ്റെ കോറൈറ്റർ നമ്മൾ ഇതേ സ്ഥലത്തിരുന്ന് അതിരടിയുടെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതായത് പ്ലോട്ട് സെക്കൻഡ് ഹാഫിൽ പോകാത്തൊരു പോയിന്റ് അത് അവസാനം അവിടെ ഇരുന്നിട്ട് സോൾവ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിരടിയെ കുറിച്ച് പെട്ടെന്ന് എല്ലാവരും ക്ഷമ ഇങ്ങനെ നിൽക്കേണ്ടത് അറിയാം. ഓക്കെ, പെട്ടെന്ന് 2 വാക്കുകൾ. അതിരടി ഒരു കംപ്ലീറ്റ്ലി ഒരു ക്യാമ്പസ് മൂവിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ കുറേ ഒരു വർഷത്തോളം നമ്മൾ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്താണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഫണ്ണുണ്ട്. എല്ലാ രീതിയിലുള്ള എൻ്റർടൈൻസും ഡ്രാമ എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ സാമുൽ, മാനവ് എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവർക്കും ലോട്ട് താങ്ക്സ്. പിന്നെ ഇതിൽ വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തത്, ചമനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ആക്ടേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാം വഴി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു കോഴിക്കോട്. താങ്ക് യു. വെള്ളം കൊടുക്കണേ പ്ലീസ്. വെള്ളം നല്ലൊരു കാര്യം എടുക്കാം. കാതൽ ദ കോർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നെയ്മാർ ഒക്കെ എഴുതിയത് പോൾസൺ ആണ്. ഇപ്പോൾ ഇതാ അതിരടി ഒരു കോളേജ് ക്യാമ്പസ് അടി കഥയുമായി എത്തിയിരിക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം കേരളക്കര? എല്ലാവർക്കും നമസ്കാരം. അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് ഒരു പരിപാടി നടത്തുമ്പോൾ അടിപൊളിയായിരിക്കും. അതിരടിയുടെ ചിത്രം ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പൊ അതാണോ ഇതാണോ കടൽ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. താങ്ക് യു കാലിക്കറ്റ്. താങ്ക് യു സോ മച്ച്. സാധാരണ കാലിക്കറ്റുമായിട്ടുള്ള അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മലാപറമ്പ് സുരേഷ് ചേട്ടന്റെ കൂൾബാറിൽ നിന്ന് ഒരു അബൂദയും കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടാണ് നമ്മൾ പോകാറ്. പക്ഷെ ഇതിപ്പോ മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷത്തിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് അതിരടി. ലൈഫിൽ തന്നെ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരുന്നു. അതിന്റെ ക്രൂ മെമ്പേഴ്സിനും അഭിനയിച്ചവർക്കും എല്ലാവർക്കും. അപ്പൊ ആ സന്തോഷം മെയ് 14 നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒരു പോയിന്റെങ്കിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷകരമായിരിക്കും. 10-12 കൊല്ലം മുമ്പ് പുള്ളി ഇപ്പൊ സംസാരിച്ചെങ്കിലും ആക്ച്വലി ഒരു സർട്ടിഫൈഡ് ഇൻട്രോവേർട്ടാണ് നമ്മുടെ സംവിധായകൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 10-13 കൊല്ലം മുമ്പ് സംവിധായകനാകണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എറണാകുളത്തെത്തിയ ഒരാളാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ 1.5 അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് അദ്ദേഹം ഇത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഈ സിനിമയെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഒരു വലിയ കുറവ് അതിന്റെ പുറകിൽ കട്ടയ്ക്ക് കൂടെ നിന്നും മാത്രമാണ് നമ്മളെല്ലാം ചെയ്തത്. സോ അരുൺ ചേട്ടന്റെ ആ ഡ്രീം നന്നായിട്ട് തന്നെ തിയേറ്ററിൽ എത്തുമെന്നാണ് നമ്മളും വിചാരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻക്രെഡിബിൾ ടേൺ ഔട്ട് ഹിയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അതെ, തീർച്ചയായിട്ടും ഒരു ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള ഒരു ടേൺ ഔട്ട് ആണ്. ഇവരുടെ വെള്ളം ഞാനവിടെ ബാക്കി പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടുവരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പറയുന്നുണ്ട് വെള്ളം എത്തുന്ന കാര്യം. എനിക്കറിയാം ഹൗ ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, MBBS പഠനത്തിൽ നിന്നും അദ്ദേഹം എഞ്ചിനീയറിംഗിന് വേണ്ടി കുറെ സ്റ്റുഡൻസിന്റെ അമേസിംഗ് ആയിട്ടുള്ള ജീവിതം മാറ്റിമറിഞ്ഞു. ആ എക്സ്പീരിയൻസിൽ നിന്നുമായിരിക്കാം, ആ ക്യാമ്പസ് ജീവിതങ്ങളിൽ നിന്നുമായിരിക്കാം അദ്ദേഹം തീരുമാനിച്ചത് ഞാൻ ഇന്ന് ആ ക്യാമ്പസിനെ കുറിച്ച് ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്നതാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, അതിന് അതിരടി എന്ന് പേരിടാൻ പോവാണ്. അതിന് ഏറ്റവും വലിയ ലോഞ്ച് നടത്താൻ പോകുന്നതും എന്റെ മണ്ണായ കോഴിക്കോടാണ്. കൺഗ്രാറ്റുലേഷൻസ്, താങ്കൾ അത് നേടിയെടുത്തിട്ടുണ്ട്. ഹായ്, ആദ്യം തന്നെ കോഴിക്കോടിനോട് പറയാനുള്ളത്, ഞാൻ ടെൻഷനാണ് ഇത്രയും ക്രൗഡ് കണ്ടിട്ട്. സത്യത്തില് എല്ലാവരും ഒന്ന് സേഫ് ആയിട്ടിരിക്കണം, കുട്ടികളെയൊക്കെ നോക്കണം. വെള്ളം കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നു, ബാക്ക് ടു ബാക്ക് നമ്മൾ കൊണ്ടുവരും. പിന്നെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. മീൻസ് ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, അത് ഒരു സമയമാകുമ്പോൾ നമ്മൾ തുടരും. അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയും ഞാനിന്ന്. പിന്നെ ബേസിലേട്ടൻ ടോവിച്ചേട്ടനൊക്കെ വരാൻ പോകുന്നുണ്ട്, അവർ വരാനുള്ളത്, റിയാഷ് പോകുന്നുണ്ട്, എല്ലാവരും വരാനുണ്ട്. അവർക്കായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. 5 കൊല്ലം മുമ്പ് ഈ കോഴിക്കോട് വന്ന ആളാണ് ഞാൻ. ഒരു ബസ്സിൽ കയറിയിട്ടാണ് കോഴിക്കോട് ഞാൻ എത്തുന്നത്. ഫസ്റ്റ് 5 പൈസ ഇല്ലാണ്ട് കോഴിക്കോട് എത്തിയാണ്. അന്ന് 24-ാമത്തെ വയസ്സിൽ, 29-ാമത്തെ വയസ്സിൽ ഇന്ന് കോഴിക്കോട് നഗരത്തില് ഞങ്ങളിപ്പോ പറഞ്ഞ സൈലത്തിന്റെ കോഴിക്കോട് എന്നാണ്. എവിടെങ്കിലും തിരിഞ്ഞാൽ സൈലം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 5 കൊല്ലം കൊണ്ട് എത്തിയുന്ന ഒരു സന്തോഷത്തിന് ആ കോഴിക്കോടുകാരോടുള്ള നന്ദി ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം തന്നെ പറയുകയാണ്. നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത്.
അവിടുന്ന് 29ാമത്തെ വയസ്സിൽ ഒരു മലയാള സിനിമയിലേക്ക് എത്തുക, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു പടം അല്ല, ഈ വർഷം 5 പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ എൻ്റെ പടമാണ് അതിരടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിക്കട്ടിന്റെ ടീമിന്റെ പടം ഞാനാണ് ചെയ്യുന്നത്. മൂന്നാമത്തതും പ്രൊഡക്ഷനായി ജിത്തു മാധവൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആവേശത്തിന്റെ ഡയറക്ടർ. ആളുടെ വൈഫിന്റെ ഫസ്റ്റ് പടമാണ്. പക്ഷെ പിന്നെ 4ഉം 5ഉം ഉണ്ട്, അത് ഈ ആഴ്ച അനൗൺസ് ചെയ്യും. ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള വലിയ പടങ്ങൾ വരാനും ഒക്കെ ഉണ്ട്. അപ്പം സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ സിനിമ പാഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇവന്റ് കോഴിക്കോട് നൽകണം, ഒരു എക്സ്പീരിയൻസ് നൽകണം എന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ എന്റെ കൂടെ 2-3 ദിവസമായിട്ട് ഓടിയ ഒരു കോഴിക്കോട് മീൻസ് മലപ്പുറംകാരനുണ്ട്. ആളെയും കൂടെ ഞാനൊന്ന് ജസ്റ്റ് വിളിക്കുകയാണ്. കാര്യം അവൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം നിഹാൽക്ക. ഇവിടെ ഉണ്ടോ നിഹാൽക്ക? നിഹാൽക്കയ്ക്ക് AV വേണ്ട, ഇതാണ് AV നിഹാൽക്കയുടെ. വീഡിയോയുടെ ആവശ്യമില്ലല്ലോ, എനിക്കറിയാം. അതിരടിയിൽ നിഹാൽക്ക ഉണ്ടോന്നൊക്കെ ഹനാന് കഴിഞ്ഞ ദിവസം കുറെ വീഡിയോയിലൊക്കെ പറഞ്ഞു. അതിരടിയിൽ നിഹാലില്ല, പക്ഷെ ഉടനെ നിഹാല് വരും. വരട്ടെ, വരാൻ വേണ്ടി ഞങ്ങളെ പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. നിഹാൽക്ക സണ്ടുവാക്ക്. ഹായ്. അല്ല, ഇവര് ആക്ച്വലി ഇന്റെ വർത്താനം കേൾക്കാൻ കാത്തിക്കല്ലേ, പരിപാടിക്ക് വെക്കുന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, പരിപാടി ഉഷാറാക്കി. കോഴിക്കോട്. അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ഫുൾ ടൈം ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് അതൊക്കെ ഓക്കെ അല്ലേ? അല്ല, ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല. അവര് പടം ഉണ്ടാക്കുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു. ഇങ്ങനത്തെ പരിപാടി മാത്രമാണ് ഞാൻ നടത്താൻ വരുന്നത്. ഇനിയും കൂടുതൽ നടത്തി. ഇതിപ്പോ അതിരടി ഫെസ്റ്റ്, ഇനി കരിക്ക് ഫെസ്റ്റ്, കുറെ ഫെസ്റ്റുകൾ നടത്താം. പക്ഷെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫിനിഷ് ചെയ്ത് അടിപൊളിയാക്കണം. കുറച്ച് പരിപാടികൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് തുടങ്ങാറായിട്ടില്ല. അത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുക. അതിനു മുമ്പ് കുറച്ച് പരിപാടി അവിടെ നിന്ന് വരാനുണ്ട്. ഇത് ഒരു പരിപാടി കണ്ടു കഴിഞ്ഞു. സൂപ്പർ സ്റ്റാറിന് വരെ നമ്മൾ ഗ്ലോബൽ സ്റ്റാർ ആയിട്ടുള്ള നിഹാൽക്കെ കണ്ടു കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർസ് വരാനുണ്ട്, ഗ്ലോബൽ സ്റ്റാർ വന്നു. എല്ലാം നിങ്ങൾ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് സമാധാനമായിട്ട് അവിടെ നിൽക്കുക. എല്ലാ സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. നല്ലൊരു കൈഡി കൊടുക്കാം. വിഷ്ണു നമുക്ക് വേണ്ടി അതിരടിയിലും ഓസം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. കുറെ സിനിമയിൽ ഇപ്പൊ ലാസ്റ്റ് ഏതെങ്കിലും പ്രതിച്ഛായ, അതിനു മുമ്പ് there were so many RDX and മസ്തിഷ്ക മരണം. I loved all of them. അതിരടിയിൽ നിന്നും എന്താണ് ഞങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഐ മീൻ ഉറപ്പായിട്ടും RDX ഇത്തരം സിനിമകളൊക്കെ ചെയ്ത് വന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ദുഷ്ടനായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയാൻ മെയ് 14 ഇറങ്ങും. നിങ്ങളുടെയൊക്കെ സമയത്തിന് വില നൽകി നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഫീഡ്ബാക്ക് തരിക. താങ്ക് യു. ഒച്ചയില്ലല്ലോ. താങ്ക് യു. ഇത്രയും നേരം ഒച്ചയില്ലെങ്കിൽ നമുക്ക് ഒന്ന് ഒച്ച ക്രൗഡ് അല്ലേ? Have you seen this sort of madness? Crazy crowd, really crazy crowd. Wow. Hi guys. Let's go say hi to all your Delulu lovers. Hi guys, hello. Hi. Hey, what's up? എപ്പോഴും Calicut is a vibe, dude. I can't tell you. നിങ്ങളുടെ ഭാഷയിൽ എന്താണ്? To be all the way to the back. All the way to the back. Do you guys love Delulu? Yeah, we do. Okay, എല്ലാവരും കൂടെ ഒരുമിച്ച് കോഴിക്കോടിന്റെ ഒരു വൈബ് നമുക്ക് ഡെലൂലുവിനെ കാണിച്ചു കൊടുത്താലോ? Are you ready? Make some noise for Delulu! We'll get ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് തരാമോ പ്ലീസ്? മോനെ ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് തരാമോ? എത്തുന്നുണ്ട്. അവിടെ കൊടുക്കാമേ. എത്തിക്കുന്നുണ്ട് guys. We're getting it. All right. Thank you അറിയിച്ചതിന്. Okay, Ria. What's up?
So now അതിരടിയാണ് റോൾ നമ്പർ 39 ബിടെക് സ്റ്റുഡന്റ് അറ്റ് BCET കോളേജ്. ലോയോള കോളേജിൽ നിന്നും BCETയിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്തൊക്കെയാണ്? ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലോട്ട് പോയി. ലിറ്ററലി കോളേജ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ പട സർവമായ കഴിഞ്ഞിട്ട് പിന്നെ അതിരടി. You don't like our backs. കൈ പിടിച്ചു കൊണ്ടുപോകാൻ ഞാൻ പ്രിൻസിപ്പൽ ഓഫീസർ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ I suddenly felt my age. I'm like double your age. Continue. മതിയോ? ഇപ്പൊ ഫ്രണ്ട് കാണാമോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങളുടെ എനർജി കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹൈപ്ഡ് ആയിരിക്കാണ്. Wow, like so many people. Look, അവിടെ വരുന്നുണ്ട് കുറേ പേര്. So nice. So happy, so excited. And ഇനി നിങ്ങൾ അതിരടി കണ്ടിട്ട് ഇത്രയും ഒരു എക്സൈറ്റ്മെന്റും ഹൈപ്പിലും ആ പടം എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് 14 ദിവസം കൂടെ ഉള്ളൂ. So I really hope that you all enjoy and I love the hype, man. Woo! You are Swati R. Krishna അല്ലേ? Swati R. Krishna എന്ന ക്യാരക്ടർ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. There is Basil Joseph as Sam Kutti, there is Tovino as Shri Kutten, പിന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ഷാൻ റഹ്മാൻ ഉണ്ട്. What should we expect? ചോദിക്കുമ്പോൾ പ്രഷറാണ്. ബേസിക്കലി ഒന്നും എക്സ്പെക്ട് ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് ഫൺ. പടം കാണുമ്പോൾ എൻജോയ് ചെയ്ത് പടം കാണാം. ഡോണ്ട് എക്സ്പെക്ട് ബട്ട് എൻജോയ്. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വളരെ അനുസരണയോടെ നിൽക്കുന്നുണ്ട്. വിഷ്ണു, അരുൺ, ഷെൽവിൻ, അനന്തു എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരും. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിവിടെ കോർണറിൽ എന്തോ ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെ ഞങ്ങൾ പറഞ്ഞു വിട്ട പോലെ നിങ്ങളിത് നോക്കി മറ്റേ കോളേജ് ഫെസ്റ്റ് നടത്തുന്ന പോലെ അതല്ലേ സെറ്റപ്പ്. അനന്തുവിന്റെ ഫസ്റ്റ് സിനിമ. അനന്തു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? യോ ദ പ്രൊഡ്യൂസർ, സംവിധായകൻ, എഴുത്തുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആക്ച്വലി ഡെലിവറി ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മള് ഇതിൽ കുറേ സീന് ഞാൻ പഠിച്ച കോളേജിലും ബേസിൽ പഠിച്ച കോളേജിലും കോൾസം പഠിച്ച കോളേജിലും കുറേ റിയൽ ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് വെക്കുന്നത്. അപ്പോഴാണ് റിയയുടെ റീൽസ് കാണുന്നത്. റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ ഫണ്ണായിരുന്നു. താങ്ക് യു അർജുന. Thank you for casting me. Anyway, we can't wait to see what is going to happen. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മെയിൻ ആക്ടിലേക്ക് നമുക്ക് പതുക്കെ പോവാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അനന്ത് പറയുന്നുണ്ട് അവിടെയാണ് നമ്മുടെ മെയിൻ സംഭവം നടക്കാൻ പോകുന്നത്, അവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന്. അത് കടലല്ലേ? എവിടെ വല്ല പ്രശ്നമുണ്ടോ? സോൾവ് ചെയ്യാം. എന്താണ് പ്രശ്നം? ആരെങ്കിലും തലയിറങ്ങി വീണിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാമോ? ഫ്രണ്ടിലേക്ക്. അവിടെ എന്താ? ഓ, ഫോട്ടോ ആണോ? റിയയുടെ ഫോട്ടോ ആണോ? എടാ, ഞാൻ വിചാരിച്ച ആരോ ചത്തുപോയെന്ന്. ഫോട്ടോ അയക്കാവോ? പേടിച്ചുപോയി. ആ ഫോട്ടോ അയക്കേണ്ടി വരും മോനെ. അവിടെ നിന്ന് ഞാൻ എങ്ങനെ എത്തിക്കും? റിയ, somebody has drawn your face. സ്നേഹമാണല്ല, പാസിംഗ് ദ പാസൽ. പാസ് ചെയ്ത് കൂട്ടായ്മയുടെ ശക്തി നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അങ്ങ് ദൂരെ കിടന്ന അവൻ വരച്ച ആ ഫോട്ടോ ആരാ വരച്ചത്? അവന്റെ ക്ലോസപ്പ് വെക്കാവോ ചേട്ടാ? അതെ, അവൻ. That boy, see that boy. Hi, ഒരു flying kiss അവൻ തന്നുപോയി. പാസ് ചെയ്യടാ. പാസ് മോനെ, നിന്റെ അല്ലല്ലോ. റിയനെ വിളിക്കും. പാസ് ചെയ്ത് we will give it to Riya. We will do everything you want. Yeah, see, it's coming. Unbelievable that it's coming all the way for you. Crazy. പേര് എഴുതിയിട്ടുണ്ടോ? There we go. Thank you, Buddha. Woo! Okay, all right, ladies and gentlemen, it is time for. നിങ്ങൾ റെഡിയാണോ? ഇന്ന് എന്റെ കൂടെ ഞാൻ പറയുമ്പോ നിങ്ങൾ ആ വാക്ക് 3 പ്രാവശ്യം പറയണം. പറയോ? ആരാണ് ഈ സിനിമയിലെ ഹീറോ? ആരാണ് സാം കുട്ടി? കൺഫ്യൂഷൻ ഉണ്ടല്ലേ ഹീറോ ആരാണെന്ന്. ബേസിലാണോ ടൊവിനോ ആണോ എന്ന്? 2 ഹീറോ ആയിക്കൂടെ ഒരു ചിത്രത്തിൽ, ഒരു ചിത്രത്തിൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം സാം ബോയിനെ വിളിക്കാം. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് എന്നോട് പറയൂ, വെൽക്കം സാം ബോയ്. ഒന്നുകൂടെ സാം ബോയ്.
Ladies and gentlemen, നമ്മുടെ ബേസിൽ ജോസഫ് ആണ് നമ്മുടെ അതിരടി ചിത്രത്തിൽ സാം കുട്ടി aka സാം ബോയ് ആയി എത്തുന്നത്. ഈ വരുന്ന മെയ് 14 ചിത്രം തിയേറ്റേഴ്സിൽ എത്തും. വെൽക്കം ടു കോഴിക്കോട് ബേസിൽ അല്ല സാം ബോയ്. ഹലോ കാലിക്കറ്റ്, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ വന്നിരിക്കുന്നതിന് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ലൈക്ക് ഈ ഒരു എനർജി തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ പടത്തിൽ ഞങ്ങൾ പറയാൻ. അതിരടി എന്ന് പറയുന്ന ഒരു ലൈക്ക് ഫൺ കമേഴ്ഷ്യൽ ക്യാമ്പസ് എന്റർടൈനർ ആണ്. ഒരു കോളേജ് ഫെസ്റ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. സാം കുട്ടി, സാം ബോയ് എന്ന് പറയുന്നത്, അതായത് സാം ബോയ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. മെയ് 14 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നിങ്ങൾ എല്ലാവരും പോയി കണ്ട്, നിങ്ങളൊക്കെ തന്നെ പോയാൽ മതി പടം ഹിറ്റാവാൻ. അപ്പോൾ ഇത്രയും പേരൊക്കെ തന്നെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഈ സ്നേഹം തന്നെ നിങ്ങൾ തിയേറ്ററുകളിലും കാണിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓൾസോ ഞാൻ ആദ്യമായിട്ട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സിനിമയും കൂടിയാണ്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ബാനറിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ്, അനന്തുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ട്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഈ സിനിമയിലുണ്ട്. പുതിയൊരു ഡയറക്ടറാണ് അരുൺ, പുതിയ ഡെബ്യൂ ഡയറക്ടറാണ്. മിന്നൽ മുരളിയുടെ കോ റൈറ്റർ ആയിരുന്നു. പിന്നെ പോൾസൺ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡെലുലു, റിയ ഉണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടി ഇനി വരാൻ ഇരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ടൊവിനോ, ഓഫ്കോഴ്സ് ശ്രീകുട്ടൻ നല്ലതിനായിട്ട്. പിന്നെ വിനീതേട്ടനുണ്ട്. വിനീതേട്ടനും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഷാനിക്കയുണ്ട്, വിഷ്ണു ഉണ്ട്, പിന്നെ ഒരുപാട് പുതിയ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 80% ഓഫ് ദ ഫിലിം ഒരു ക്യാമ്പസിലാണ് നടക്കുന്ന, ഒരു കോളേജിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു ലൈക്ക് ഫുൾ ഫൺ പാക്ക് ക്യാമ്പസ് എന്റർടൈനർ സിനിമ ആയിട്ടാണ് ഞങ്ങൾ അതിന് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയൂ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ഒരു എനർജി, ഈ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു. ഇതൊരു സാധാരണ നൈറ്റ് അല്ല, ഇതൊരു അതിരടി നൈറ്റ് ആണ്. അത് മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ബേസിൽ. അപ്പൊ അത് കുറച്ച് വർഷം മുമ്പായിരുന്നു. ഇത് കുറച്ച് വർഷത്തിന് ശേഷം വീണ്ടും കോളേജിലേക്ക് തിരിച്ചു പോയപ്പം ആ ഒരു ലുക്കമൊക്കെ അങ്ങനെ എങ്ങനെയാണോ താൻ ഇപ്പോഴും 20 വയസ്സുകളിൽ നിൽക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഇപ്പൊ ഒരു ബർത്ത്ഡേ കൂടെ കഴിഞ്ഞു, വയസ്സ് കൂടുന്നില്ലല്ലോ എനിക്ക്. വയസ്സ് കൂടുന്നുണ്ട്, പക്ഷെ പണിയെടുത്തിട്ട് കുറച്ചാണ്. സിനിമ അങ്ങനെ കോളേജ് കുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കോളേജ് കുമാരനെ പോലെ ആവാം എന്ന് കുറച്ച് കഷ്ടപ്പെട്ട് ആയില്ലേ, കുറച്ച് കഷ്ടപ്പെട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് പട്ടിണി കിടന്ന് അങ്ങനെ എത്തിച്ചതാണ്. ആദ്യമൊക്കെ കുറച്ച് പേര് ചോദിച്ചു ഷുഗർ ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഷുഗർ അല്ല, ആക്ച്വലി വർക്കൗട്ടൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് കുറച്ചതാണ്. ഡയറ്റൊക്കെ ചെയ്ത് പട്ടിണിയായിരുന്നു കുറെ കാലം, ഒരു 8-10 മാസം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇനി ഇതൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹം. കോളേജ് കുമാരനെ പോലെ ഇല്ലേ നമ്മുടെ ബേസില്? ഇല്ലേ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഭ്രാമ്പോനെ എന്തിനാ അവനെ കൊണ്ടുപോകാനാ വീട്ടിലേക്ക്? ഫോട്ടോ എടുക്കാനാണോ? എന്തിനാണ് അവൻ? ഒരു ശരിയിലുള്ളൂ, ഞങ്ങൾക്ക് തിരിച്ചയക്കാറുണ്ട്. വെറുതെ ഒന്ന് നടന്നു അവരുടെ സന്തോഷം, ഒരു സന്തോഷത്തിന് വേണ്ടി സാം ബോയ് നടക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ഹായ്. എല്ലാരും ഒന്ന് നന്നായി ഒന്ന് കൈയടിച്ചേ നമ്മുടെ ബേസിലിന്. ആദ്യമായി ഒരു പ്രൊഡ്യൂസറിന്റെ തൊപ്പി അണിയുകയാണ് ഡോക്ടർ അനന്തുവിന്റെ കൂടെ. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് എന്ന പ്രൊഡക്ഷൻ ഹൗസുമായി എത്തുന്നു നമ്മളുടെ ബേസിൽ ജോസഫ്. ഓഫ് കോഴ്സ് അതിരടി എന്ന ചിത്രത്തിൽ കോളേജ് കുമാരനായി, സാം ബോയ് ആയി ഈ ചിത്രത്തിൽ ബേസിൽ എത്തുന്നു. പക്ഷെ ബേസിൽ ഒറ്റയ്ക്കല്ല, ബേസിൽ ഒറ്റയ്ക്കല്ല. ബേസിലിന്റെ കൂടെ ഒരാളും കൂടെ ഈ സിനിമയിലുണ്ട്. അതാരാണ്? ആരാണ്? ആരാണ്? വിളിക്കട്ടെ? Are we ready? കോഴിക്കോട് to make some noise. നിങ്ങൾ എന്താ പറയണ്ടേ? ടൊവിനോ തോമസ് ഈ സിനിമയിൽ എത്തുന്ന കഥാപാത്രത്തിന്റെ പേരെന്താ? ഇത്രയും നേരവും ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലേ? നിങ്ങളെ പേര് അറിയില്ലേ? വെരി ബാഡ്, വെരി ബാഡ്. വിളിക്കാം ശ്രീകുട്ട. ഒന്നുകൂടെ louder. Ladies and gentlemen, നല്ലൊരു കൈഡിയോടെ അതിരടിയുടെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഈ മൂവി പ്രൊമോഷനിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഗായകനായ ശ്രീകുട്ട.
Jovino Thomas. Very good. Make noise for Jovino Ladies and gentlemen, അതിനിടെ ഈ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രവുമായി എത്തുന്നു നിങ്ങളുടെ സ്വന്തം ജോവിനോ തോമസ് and ശ്രീകുട്ടൻ. Alright, കൊള്ളാല്ലേ? സാധനം കൊള്ളാം. നോക്ക്. Very nice. We are liking this. അപ്പം നമ്മുടെ ടൊവിനോ ഡോക്ടർ ആനന്ദു എസ് പ്രൊഡക്ഷൻസ് ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിരടി എന്ന ചിത്രത്തിൽ കോ പ്രൊഡ്യൂസേഴ്സ് ആയി ഏറ്റുനിൽക്കുന്നു സമീർ താഹിർ ആൻഡ് ടൊവിനോ തോമസ്. പക്ഷേ ഇതില് ഒരു ഗായകനായി ഈ സിനിമയിൽ എത്തുന്ന ശ്രീകുട്ടനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പള്ളിച്ചട്ടമ്പിക്ക് ശേഷം അതിരടിയിൽ എന്താണ് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? നമസ്കാരം കാലിക്കറ്റ്, സുഖാണോ? അത്ര അറിഞ്ഞാൽ മതി. അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും ക്രൗഡ് ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടാവും. കാലിക്കറ്റാണ്, സിനിമയെയും ഞങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോൾ കാലിക്കറ്റ് പ്രൊമോഷൻ വന്നാലും ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ കാണാനും നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം നേരിട്ട് അനുഭവിക്കാനും പറ്റുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നതിന്, ഈ സ്നേഹം തരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഈ സിനിമയില് ഞാനൊരു ശ്രീകുട്ടൻ വെള്ളയാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാളൊരു സ്ട്രഗ്ലിംഗ് സിംഗറാണ്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ധാരണ ഇതിനെ പറ്റി കിട്ടും. ഞങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി അധികം ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാത്തത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കരുത്. തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് ഈ സിനിമയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും എനിക്കും ഈ സിനിമ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് അറിയാം. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞങ്ങള് അതിരടി 14-ാം തീയതി മെയ് 14-ന് ഞങ്ങൾ എല്ലാവരും കുറെ സ്വപ്നം കണ്ട് കുറെ ഇഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്തിട്ടുള്ള ഈ സിനിമ 14-ാം തീയതി മുതൽ നിങ്ങളുടെയും കൂടെ സിനിമയാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അതെ, ടൊവിനോ തോമസ് ശ്രീകുട്ടനായി എത്തുന്നു. ഞാൻ നേരത്തെ ബേസിലിനോട് പറഞ്ഞ അതേ കാര്യമാണ്. ഇദ്ദേഹവും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് അല്ലെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അതിനുശേഷം ഐ തിങ്ക് ക്യാമ്പസ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ? ഇല്ല, മെക്സിക്കൻ ഭാരതയൊക്കെ പോലെ അങ്ങനത്തെ, പിന്നെ ഗോതയിലും. പക്ഷെ ഇങ്ങനെ ഫൺ ആയിട്ടുള്ള ഈ ഒരു ഇതെന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? ഈ സിനിമയെ അതിരടി ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ബേസിലിനെ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഒരു സിനിമയിൽ, അല്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്ത് ബോഡി ട്രാൻസ്ഫോം ചെയ്ത്, അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കുന്നവർ, നന്നായിട്ട് അതിനെ പാഷനേറ്റ് ആയിട്ട് പലതും സാക്രിഫൈസ് ചെയ്ത് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നവർ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സുഖമാണ്, അല്ലേ? നമുക്കും കൂടെ ആ സന്തോഷം തോന്നും, അല്ലേ? അത് എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയത് കാരണം കൊണ്ട് എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട്. പിന്നെ ബേസിലെ മാത്രമല്ല, ഇതിലുള്ള അരുൺ അനിരുദ്ധൻ, ഞങ്ങൾക്ക് എത്രയോ വർഷമായിട്ട് ഞങ്ങൾ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഞങ്ങൾ മുമ്പും ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഇന്ന് നടന്നപ്പോൾ അത് അതിരടി എന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയേറെ പ്രതീക്ഷയുള്ളൊരു സിനിമയായിട്ടാണ് നടന്നത്. പിന്നെ ഇതിൽ പോൾസൺ, റിയനെ എനിക്ക് കൊച്ചിലെ മുതലേ അറിയാം. ABCDയുടെ പ്രൊഡ്യൂസറുടെ മോളാണ്. അപ്പോൾ 2012 സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയായിട്ട് കണ്ടതാണ്.
അത് കഴിഞ്ഞ് റിയ ഇപ്പൊ സർവമായിലെ ഡെലുലു ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി. അതേപോലെ തന്നെ ഈ സിനിമയിലും ഒരുപാട് ഇഷ്ടം പിടിച്ചു പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് വിഷ്ണു അഗസ്ത്യ. ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഓഫ് ലൈറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസസ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്നുണ്ട്. ഗംഭീരമായിട്ട് ഈ സിനിമയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ ഒരു സീൻ ബേസിലും വിഷ്ണു അഗസ്ത്യയും കൂടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷെൽവിൻ ഞങ്ങൾ മുമ്പ് നാരദെല്ലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഷെൽവിനും ഇതിനകത്ത് പരശു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ഗംഭീര ക്യാരക്ടറാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ധാരാളം എന്റർടൈൻമെന്റ് കിട്ടട്ടെ, ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമയാവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. Alright, അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്. ശ്രീകുട്ടൻ 15 വയസ്സ്, മുഹമ്മദ് ഷോബിയാർ ഷമൽ 19 വയസ്സ്, മറിയ 25 വയസ്സ്, ഫാത്തിമ ഷെൽഹ 16 വയസ്സ്. കോട്ടയത്ത് നിന്നും മറിയ മിസ്സിംഗ് ആണ്. ബിൻറ്റ ഇസ് മിസ്സിംഗ്. മുഹമ്മദ് ഷാഹിൽ ഇസ് മിസ്സിംഗ്. പിന്നെ നേരത്തെ ഒരു ഫസാന ആൻഡ് വയന എന്ന 2 പേരുകളും മിസ്സിംഗ് ആണ്. നമ്മൾ ഈ പേരുകൾ കേൾക്കുന്ന കുട്ടികൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരിക. നിങ്ങളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ് ബി സേഫ്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ കൂടെ പ്രിയപ്പെട്ടവരെ, ഷെയ്ക്ക് ഹാൻഡ് തരാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ലേ? അതൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ, നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കൂ പ്ലീസ്. ഓക്കെ, അതൊക്കെ ചെയ്യാം. ആ 2 ഫോട്ടോ തന്നവരും കൂടി തന്നോളൂ. ഓക്കെ, അത് ഞാൻ ടൊവിനോയ്ക്ക് കൊടുക്കാം. ടൊവിനോയിന് വേണ്ടി ഷരീഖ് വരച്ച ഫോട്ടോ തരൂ. മോനാണോ ഷരീഖ്? മോനാണോ വരച്ചത്? ഒരെണ്ണം ഡേറ്റ് കൊടുത്തോളൂ. ബേസിൽ ചേട്ടനും 2 പേർക്കും വരച്ചിട്ടുണ്ട്. ബേസിലിന് ഒരെണ്ണം ഉണ്ട്. ബേസിൽ 2 പേരും അത് മാറാം. അപ്പൊ നമ്മുടെ കൂടെ ഇനിയും കുറെ പരിപാടികൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അതിരടി മെയ് 14 റിലീസ് ആവുമ്പോൾ ശ്രീകുട്ടനെ കാണാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയെ കാത്തിരിക്കുകയാണ്. ടൊവിനോ ആണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഇതിന്റെ കോ പ്രൊഡ്യൂസർ കൂടെയാണ് ടൊവിനോ. സോ പോകുന്നതിന് മുമ്പ് ഒരു ഫൈനൽ വേർഡ് നമ്മുടെ കോഴിക്കോട്ടിലുള്ള സിനിമാ പ്രേക്ഷകർക്കായി. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. തിരിച്ചു ആ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കൊരു യാത്രയുണ്ട്, അത് കാരണം ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ ആ യാത്ര നടക്കില്ല. അതുകൊണ്ടാണ് വിഷ് മീ ലക്ക്. എനിക്ക് ആശംസകൾ തരും. താങ്ക് യു. എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയും സന്തോഷവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലവ് യു ഓൾ. ടൊവിനോന് നല്ലൊരു കൈഡി കൊടുക്കാം. Come on, കോഴിക്കോട്. മെയ് 14 we will see you as ശ്രീകുട്ടൻ. All the best. And ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. If you know, you know what I'm talking about. I'm talking about, ladies and gentlemen, let's give it up for one and only Fejo. Oh yeah. നിൽക്കണേ ഇങ്ങോട്ടോ. കുറച്ചുകൂടെ ബാക്കിലേക്ക് വെക്കോ. എല്ലാരും ബാക്കിലേക്ക് വെക്കോ. എന്നിട്ട് മ്യൂസിക് ഇടാമോ ഗൈസ്? അതിരടിയുടെ എന്തെങ്കിലും? ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫോട്ടോ വീഡിയോ ആണ്. I want you all to make some noise. Okay. അനന്തു എവിടെ? അനന്തു പ്രൊഡ്യൂസറിനെ കിട്ടിയിട്ടില്ല. അനന്തു ഓടി വായിട്ട്. അനന്തു, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് വീഡിയോ, എന്ത് ഫോട്ടോ? ഓക്കെ, കോഴിക്കോട് എല്ലാരും ഇങ്ങോട്ട് വരികയോ? എല്ലാരും സാം ബോയ്, ശ്രീകുട്ടി, സ്വാതി.
ഫ്രണ്ടിലേക്ക് നിൽക്കൂ. എല്ലാരും നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കി പോക്കൂ. ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഒന്ന് ലിഫ്റ്റ് ഇറ്റ്. ശ്രീകുട്ടിയാക്കിയല്ലേ, സോറി. ആ ഒരു ഫീലിംഗിൽ ഞാനങ്ങ് ശ്രീകുട്ടിയാക്കി. എടാ അവനെ കളിയാക്കല്ലേ പ്ലീസ്. എന്റെ അനിയന്റെ പേരാ ശ്രീകുട്ടൻ. ആ എന്നിട്ടാണ് വെച്ചാൽ ആ ദേഷ്യം മുഴുവൻ ഞാൻ തീർത്തു. ശ്രീകുട്ടൻ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ. മാപ്പാക്കണം മാപ്പാക്കണം. ഓക്കെയാ. ഡെലൂലുവിനെ നിങ്ങൾ വലിച്ചോണ്ട് പോകും. ഡെലൂലിനെ ദൂരത്തുനിന്ന്. ആ ഓക്കെ. കയ്യൊക്കെ ദൈവമേ, ഞങ്ങൾക്ക് ഡെലൂലുവിനെ ഇനിയും വേണം. മൈ ഗോഡ്, എന്തൊരു സ്നേഹം. ഡെലൂലു ഡെലൂലു ഡെലൂലു, യു ആർ ദ സൊലൂലു. ഓൾറൈറ്റ്, കോഴിക്കോട് ബീച്ച് നിങ്ങൾക്ക് വേണ്ടി അതിരടിയുടെ ടീം ഇവിടെ എത്തി നിൽക്കുന്നു. നമുക്കൊരു സെൽഫി എടുക്കാം. അതിനു വേണ്ടിയായിരുന്നു ഇത്രയും ബുദ്ധിമുട്ട്. ആരും എടുത്തില്ലേ? Guys, May 14 അതിരടി എന്ന സിനിമയുടെ ലോഞ്ചിനോട് സംബന്ധിച്ച here we are at Calicut Beach. Tavino Thomas, Basil Joseph, Ria Shibu, director Arun Anirudhan, writer Paul Sanskaria. Tavino ഫ്രണ്ടിലേക്കും പോക്കോ. അവിടെയും പോയി എടുക്കുന്നു. അങ്ങോട്ട് പോയിട്ട് ഒന്ന് അവിടെ പോയി എടുത്തു. എല്ലാരും കൂടെ ഒന്ന് അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ ആൾക്കാരെ കിട്ടും. അതിരടി ഡോക്ടർ ആനന്ദു എസ് പ്രൊഡക്ഷൻസ്, ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സ് അവതരിപ്പിക്കുന്നു. ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആയ ടൊവിനോ തോമസ് ആൻഡ് സമീർ താഹിർ. Alright guys, നമ്മുടെ പ്രിയപ്പെട്ട കാസ്റ്റ് ആൻഡ് ക്രൂ ഇനിയും നിരവധി ആൾക്കാരുണ്ട്. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ദർശന, ഷിരിൻ, അങ്ങനെ കുറെ ആൾക്കാർ എത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ. അടിപൊളിയായ കഥാപാത്രങ്ങളായി ഒരു ട്രൂ ബ്ലൂ എന്റർടൈനർ ക്യാമ്പസ് ചിത്രം. ബിടെക് സ്റ്റുഡൻസിന്റെ ജീവിതം 80% ആയിട്ടുള്ള ക്യാമ്പസ് എക്സ്പീരിയൻസ്. അതിരടി പ്രശ്നം, സൊല്യൂഷൻസ് എല്ലാം തന്നെയുള്ള ജൻസിക്കും എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ചിത്രമായിരിക്കും അതിരടി. ടൊവിനോന്റെ ഫോട്ടോ പാസ് ചെയ്താൽ കൊടുക്കാം. പാസിംഗ് ദ പാർസൽ, പാസ്. ആ ഫോട്ടോസ് ഇങ്ങോട്ട് പാസ് ചെയ്താൽ നമ്മൾ ടൊവിനോയ്ക്ക് കൊടുക്കാം. ഫോട്ടോസ് വരച്ചിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്യാം, നമ്മൾ കൊടുക്കാം. ഓൾറൈറ്റ്, ടീം അതിരടിയുടെ ആഘോഷം അവസാനിക്കുന്നില്ല. അതിരടി മെയ് 14 തിയേറ്റേഴ്സിൽ എത്തുന്നത്. അത് മാത്രമല്ല, അതിനെ Will you jump with me? Jump, 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 jump. Very good. Jump, 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 jump. May 14 നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ എത്തുന്നു. Basil, what sort of night is this? അതിരടി നൈറ്റ്. Yeah baby, thank you so much. ഇഷ്ടപ്പെട്ടോ കോഴിക്കോട്?